ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ബട്ടർ ഗാർലിക് ചിക്കനാണ് നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 500ഓളം ചിക്കൻ ഉണ്ട്. ഇത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്, അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അങ്ങനെ 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട്. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ നന്നായിട്ട് തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് ഒരു പാനൊന്ന് ചൂടാനായിട്ട് വെക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് ഉരുകി വരുന്ന സമയത്ത് ഒരു സവാള നന്നായിട്ട് കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇത് സവാള നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാളയും ഒരു 2 തക്കാളിയും കൂടി മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിന് പകരം ബട്ടർ ഇട്ട് കൊടുത്താലും മതിയാവും. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് തന്നെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള ചില്ലി 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ക്രഷ് ചെയ്തിട്ടുള്ള ചില്ലി ഇട്ട് കൊടുക്കാം. ഞാൻ കുട്ടികൾക്ക് കൂടി കൊടുക്കേണ്ടതുകൊണ്ടാണ് അധികം എരിവ് ചേർക്കാത്തത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരച്ചു വെച്ചിട്ടുള്ള തക്കാളിയുടെയും ഉള്ളിയുടെയും പേസ്റ്റ് ഉണ്ടല്ലോ, അതാണ്. ഇത് മുഴുവനായിട്ടും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പേസ്റ്റ് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റാം.
അങ്ങനെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. മസാല ചിക്കനിൽ പിടിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ജാറ് കഴുകിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുള്ളതാണ്. നമ്മൾ പൊരിച്ചിട്ടാണല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അധികം ഇനി വേവേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും. അങ്ങനെ നമ്മുടെ ബട്ടർ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും വെള്ളാപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എത്ര കഴിച്ചാലും മതി വരില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. കൂടാതെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോവല്ലേ. എങ്കിലേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.